ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ലിറ്റിൽ ഹാർട്ട്സ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മൗലി, തനൂജ്, പ്രശാന്ത്, ശിവാനി നഗരം, ഇവരൊക്കെ പുതുമുഖങ്ങളാണ്. പിന്നെ രാജേഷ് കനകല്ല എന്നിവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ പേര് എന്തായാലും ആട്ടെ. പടം ഡയറക്റ്റ് ചെയ്തിരുന്നത് സായി മാർത്താണ്ഡ് എന്ന് പറഞ്ഞ ഒരാളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആദിത്യ ഹസൻ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ ഈ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സൂര്യ ബാലാജി എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തത് ഷിൻജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. കറക്റ്റ് പേര് എനിക്ക് അറിയണ്ട, സോറി. ഓക്കെ, ഷിൻജിത്ത് തെറാമില്ലി എന്നാണ് അങ്ങേരുടെ പേര്. ഇപ്പോഴാണ് നോക്കിയത്, രണ്ടും ഇപ്പോൾ പറഞ്ഞതാണ്. പിന്നെ എഡിറ്റഡ് ബൈ ശ്രീധർ സൊപ്പള്ളി. ഇത്രയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. പടം കണ്ടു ചോദിച്ചാൽ ഫയറിങ്, ഓസം ആൻഡ് ഫയറിങ്. പടത്തിലെ ഹൈലി പോസിറ്റീവ്സ് പറയാം. എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസസ് എല്ലാവരും തകർത്തിട്ടുണ്ട്. നോ ലാറ്റ്സ് ദിസ് മൂവി. മ്യൂസിക് ആൻഡ് ബീജിയം സൂപ്പർബ്. അപ്പോൾ പറയാൻ മറന്നുണ്ട്, ഇതിൽ സഞ്ജിത്ത് ഹെഗ്ഡെയും ഒരു പാട്ടും, പിന്നെ നമ്മുടെ JC ഗിഫ്റ്റിലടെ മറ്റേ മണിക്കിനെ വിനിക്ക് തുമ്പ് വെള്ളും എനിക്ക് വേണ്ടി ആ പാട്ട് കമ്പോസ് ചെയ്ത ആൾ മീൻസ് പോക്കറ്റ് രാജയുടെ കമ്പോസറുടെ മ്യൂസിക് കമ്പോസറായിട്ടുള്ള JC ഗിഫ്റ്റ് സിനിമയിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ലോട്ട് ഓഫ് ഇയേഴ്സ് ബാക്ക് ഈസ് കം ബാക്ക്. മീൻസ് ഒരുപാട് നാൾ ശേഷമാണ് ഒരു പാട്ട് കേൾക്കുന്നത്. മീൻസ് അങ്ങനെ ഒരു പാടിയ പാട്ട് ഉണ്ടെന്നൊന്നും അറിയുന്നത്. വേറെ അങ്ങോട്ട് പാടിയ പാട്ട്, സഞ്ജിത്ത് ഹെഗ്ഡെ പാടിയ പാട്ടും സൂപ്പർബ്. പാട്ടും ബീജിയം അത്യാവശ്യം നൈസായിരുന്നു. സിനിമാറ്റോഗ്രാഫി വാസ് നൈസ്. അടുത്ത ആരും ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ, സൂപ്പർബ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി വാസ് നൈസ്. പിന്നെ ആദ്യം തൊട്ട് അവസാനം പറ്റി നോ ലാറ്റ്സ്. 100% ഐ സാറ്റിസ്ഫൈഡ് ഇൻ ദിസ് മൂവി. പിന്നെ ആഷിക്കി സീരീസും ഗീതാ ഗോവിന്ദവും ബാൻഡ് ബജാ ഭാരതും പിന്നെ എന്തായിരുന്നു എൻ്റെ പേര് മറന്നുപോയി. ഇത് മൂന്നും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ എന്നുള്ളത് ഞാൻ ഏറ്റവും കൊടുത്തിരിക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡാറ്റ വിസ്കസ്. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ കാസ്റ്റർ മീഡിയ. ബൈ.